തായ്വാൻ വെറുമൊരു തുടക്കം മാത്രം. ചൈന തയ്യാറെടുക്കുന്നത് ഒന്നല്ല രണ്ടല്ല 6 മഹായുദ്ധങ്ങൾക്കാണ്. ലോകം ഭയക്കുന്ന ആ ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യയുടെ പേരും മുൻനിരയിൽ തന്നെയുണ്ട്. ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേ ആണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈന തായ്വാനെ പിടിച്ചെടുത്താൽ ആ വിപുലീകരണ മോഹം അവിടെ അവസാനിക്കണമെന്നില്ല. ജപ്പാനും ഫിലിപ്പൈൻസും ഇൻഡോ പസഫിക് മേഖലയാകെയും ചൈനയുടെ അടുത്ത ഇരകളായി മാറും. സമാധാനം തകർക്കുന്ന നീക്കങ്ങളാണ് ഏഷ്യയിലെ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ചൈന നടത്തുന്നത്. തായ്വാന്റെ പതനം ലോകക്രമത്തെ തന്നെ തകർക്കുമെന്നാണ് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെയാണ് ഇന്ത്യ അതീവ ജാഗ്രത പാലിക്കേണ്ടത്. ചൈനീസ് വെബ്സൈറ്റായ സോഹുവിൽ നേരത്തെ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ട് പ്രകാരം 2030 മുതൽ 2060 വരെയുള്ള കാലയളവിൽ ചൈന 6 യുദ്ധങ്ങളാണ് ലക്ഷ്യമിടുന്നത്. തായ്വാൻ ഏകീകരണത്തിന് ശേഷം ദക്ഷിണ ചൈന കടലാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ 3ാമത്തെ ലക്ഷ്യം ഇന്ത്യയാണ്. സദേൺ ടിബറ്റ് എന്നവർ വിളിക്കുന്ന അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കാൻ ഇന്ത്യയെ ആഭ്യന്തരമായി തകർക്കുകയോ പാകിസ്ഥാനുമായി ചേർന്ന് സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യുക എന്നതാണ് ചൈനയുടെ ഗൂഢപദ്ധതി. ജപ്പാൻ, മംഗോളിയ, റഷ്യ എന്നിവരാണ് പട്ടികയിലെ മറ്റുള്ളവർ. ഇതൊരു വെറും ഭീഷണിയായി തള്ളിക്കളയാനാവില്ല. കാരണം ചൈന തങ്ങളുടെ സൈനിക ബജറ്റും ആയുധശേഖരവും കുത്തനെ കൂട്ടുകയാണ്. തായ്വാൻ കടലിടുക്കിൽ അവർ നിത്യേന നടത്തുന്ന പ്രകോപനങ്ങൾ ഇതിന്റെ തെളിവുമാണ്. ഭീഷണി മുന്നിൽ കണ്ട് തായ്വാനും ജപ്പാനും ഫിലിപ്പൈൻസും ഇതിനകം തന്നെ പ്രതിരോധം ശക്തമാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ സഹായത്തോടെ ചൈനയെ നേരിടാനാണ് ഇവരുടെ നീക്കം. തായ്വാൻ പ്രസിഡന്റിന്റെ ഈ വെളിപ്പെടുത്തൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതിർത്തിയിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഒന്ന് മാത്രമാണ്: കരുതൽ വേണം, ഒപ്പം കരുത്ത് കൂട്ടണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.